അവൻ്റെ കൂടെ ഇപ്പൊ 8 വർഷമായി. ഒരാളെ പോലും അവന് പഠിപ്പിക്കാനുള്ള ഒരു അവസരം പഠിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പൊ അവൻ എന്റെ UK മൊത്തം സിസ്റ്റവും കോർഡിനേറ്റ് ചെയ്യുന്നത്. ഈ കേരളത്തിലെ ഒരു 2 ബ്രാഞ്ചുകൾ അന്ന് അവിടെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. അതും ഫോർച്യൂസ്റ്റ് എന്നുള്ള പേരിലാണ്. അതെ, അതെങ്ങനെയായി അതിന്റെ അവസ്ഥ? അത് പൂട്ടിക്കെട്ടിയോ? വളരെ പരിതാപകരമായിരുന്നു. പക്ഷെ എന്നിട്ടും ഞാനത് പൂട്ടിയില്ല. അതായത് ഫോർച്യൂസ്റ്റ് കട്ടപ്പനയിലും മംഗലാപുരമായിരുന്നു ഞാൻ ലാസ്റ്റ് നിർത്തിവെച്ച 2 സ്ഥാപനങ്ങൾ, എൻ്റെ 2 തൈക്കൂണുകൾ. അവിടെയാണ് എനിക്ക് ട്രസ്റ്റ് ഉള്ളവരും എൻ്റെ സ്റ്റാഫിങ് അവിടെയാണ്. എൻ്റെ കൂടെ 8 വർഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഞാനത് പേരെടുത്ത് പറയും. എൻ്റെ അഡ്മിൻ മാനേജറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ജോഷുവ എന്ന് പറയുന്ന ഒരാളാണ്. അവൻ എൻ്റെ കൂടെ ഇപ്പോൾ 8 വർഷമായി. അവൻ എൻ്റെ IELTS ട്രെയിനറായിരുന്നു. IELTS തുടങ്ങിയ സമയത്ത് ഒരാളെ പോലും അവന് പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. കാരണം ഒരാൾ പോലും അവിടെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞേട്ടാ, എന്താ നമുക്ക് നീ OET പഠിക്കുക. OET പഠിച്ചാൽ നമുക്ക് OETക്ക് പിള്ളേർ വരും. അവൻ OET ട്രെയിനറായിട്ട് OET ട്രെയിനിങ് എടുത്തു. അവൻ ഒരാളെ പോലും OET പഠിക്കേണ്ട അവസരം പഠിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. 8 വർഷമായിട്ട് അവൻ ഇന്നും അവൻ കാത്തിരിക്കുന്നുണ്ട്. നാട്ടിലൊരു കൊച്ചു വരും എന്ന് പറഞ്ഞു. ഇന്നേ വരെ ഒരാൾ നമ്മുടെ നാട്ടിൽ പഠിക്കാൻ വന്നിട്ടില്ല കേട്ടോ, അതാണ് സത്യം. ഇപ്പൊ അവൻ എൻ്റെ UK മൊത്തം സിസ്റ്റവും കോർഡിനേറ്റ് ചെയ്യുന്നത് ജോഷുവയാണ്. അവനിപ്പോൾ എൻ്റെ മാനേജ്മെന്റ് ലെവലാണ്. എനിക്ക് ഉള്ള ഒരു സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ മുതൽക്കൂട്ട് ഇപ്പം അതാണ്.